ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു പെയിൻറ്റിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലുള്ള പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ കുളിച്ച് നല്ല ശുദ്ധിയായിട്ടൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. ഇത് എൻ്റെ അനിയൻ്റെ ഒരു ഡ്രസ്സാണ്. ഓണത്തിന് ഇടാൻ വേണ്ടി അവൻ തന്നതാണ്. പക്ഷേ അന്ന് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഒരു ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ട്രേസിങ് പേപ്പറൊക്കെ വെച്ചിട്ടാണ്, മഞ്ഞ കളർ ട്രേസിങ് പേപ്പർ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് കളർ ബേസ് കോട്ട് അടിച്ചെടുക്കണം. ഇത് ഡാർക്ക് കളറിലുള്ള ഒരു കോട്ടൺ മെറ്റീരിയലായതുകൊണ്ട് നമുക്ക് വെള്ളം ചേർത്തുകൊണ്ട് തന്നെ വൈറ്റ് കളർ പെയിൻറ്റ് നമുക്ക് ബേസ് കോട്ടായിട്ട് അടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു കോട്ട് മാത്രമേ അടിച്ചെടുക്കുന്നുള്ളൂ. കുഞ്ഞ് ഉറങ്ങുന്ന സമയം നോക്കി പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. എൻ്റെ ഇടയ്ക്ക് അവൾ ഉണർന്നു. പിന്നെ ഇതുപോലെ പെയിൻറ്റും ബ്രഷും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾക്കും അതെല്ലാം വേണം. ആകെപ്പാടെ ബഹളമാണ്. അപ്പോൾ ഫസ്റ്റ് കോട്ട് അടിച്ച് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ട്രേസിങ് പേപ്പർ വെച്ച് ബാക്കി ഔട്ട്ലൈനും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പെയിൻറ്റിങ് നമുക്ക് ചെയ്തെടുക്കാം. മോങ്കുണ്ണ ഒരുപാട് പെയിൻറ്റിങ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് ചേച്ചി എനിക്ക് ഇത് ചെയ്ത് തരാമോ എന്ന് ചോദിച്ച് തന്നിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. ഈ ഒരു പെയിൻറ്റിംഗ് ഞാൻ ചെയ്ത് തീർക്കുന്നത് പല ദിവസങ്ങളിലായിട്ടാണ്. അടുത്ത ദിവസം ഞാൻ ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ തന്നെ അവൾക്കും പെയിൻറ്റ് വേണം. അങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ പിന്നെ ഞാനൊരു പെയിൻറ്റ് തീർന്ന ഒരു കുപ്പിക്കകത്ത് മഞ്ഞപ്പൊടിയും വെള്ളവും ഒക്കെ ചേർത്ത് പിന്നെ വേണ്ടാത്തൊരു ബ്രഷ് ഞാൻ കൊടുത്ത് പേപ്പറൊക്കെ കൊടുത്ത് അവൾ അവിടെ നിന്ന് പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് ആസ്വദിച്ച് നല്ല രസമുണ്ട് പെയിൻറ്റിങ് ചെയ്യുന്നത്. ബ്രഷൊക്കെ നല്ല രീതിയിൽ പിടിക്കുന്നുണ്ടായിരുന്നു. ഭിത്തി നിറച്ച് ഇതുപോലെ പെയിൻറ്റിംഗ് ആണ് കേട്ടോ. തറയും എല്ലാം ആകെപ്പാടെ കുളവാക്കി. പല ദിവസങ്ങളായിട്ടാണ് കേട്ടോ ഈ കാണുന്ന രീതിയിൽ ഇത്രയൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തത്. വമ്പൻ ടിസ്റ്റ് നടന്നത് തിരുവോണത്തിൻ്റെ തലേ ദിവസം ഉള്ള പരിപാടിയാണ്. ഇവൾ ഉറങ്ങിയത് ഒരുപാട് ലേറ്റായിട്ടാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിലൊക്കെയാണ് കൂടുതലായിട്ടും പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. ഒരു വിധത്തിൽ അവളെ ഉറക്കി ബാക്കി പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പം ദാണ്ടെ വീണ്ടും എഴുന്നേറ്റ് വരുന്നുണ്ട്. പിന്നെ എന്നെ പെയിൻറ്റ് ചെയ്യാൻ ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബ്രഷ് എടുക്കുമ്പോഴത്തേന് അവൾ ആ ബ്രഷേ കയറി പിടിക്കും. ആകെപ്പാടെ ബഹളമായിരുന്നു. രാത്രിയിലായാലും നല്ല ബഹളമായിരുന്നു. ഞങ്ങൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഏഴനായാലും എഴുന്നേറ്റ് ഞാൻ ചോദിക്കുന്നത് എന്തുവാ ബഹളം, എന്തോ കരച്ചിലാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം ഭയങ്കര ബഹളം സഹിക്കാൻ വയ്യാതെ ഞാനും അവളുടെ ഒരു ബ്രഷ് എടുത്ത് കൊടുത്തു. അപ്പം ഞാൻ പെയിൻറ്റ് ചെയ്യുന്നിടത്ത് അവൾക്കും പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ കാര്യം എന്തായാലും നടക്കത്തില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഈ പെയിൻറ്റിങ് ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് അവളുമായിട്ട് പോയി കിടന്നുറങ്ങി. പെയിൻറ്റിങ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. കുറച്ച് മിനുക്ക് പരിപാടികളും കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ ജന്മം ചെയ്താൽ പറ്റുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞ് സമ്മതിക്കുന്നില്ലായിരുന്നു. അവൾ പെയിൻറ്റ് ഇടയ്ക്ക് വന്നെടുത്ത് കയ്യിലും കാലിലും എല്ലാം ആക്കി അതെല്ലാം തൂത്ത് വൃത്തിയാക്കി എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അടുത്തത് എൻ്റെ പെയിൻറ്റിങ് ബ്രഷായിരുന്നു പരിപാടി. അന്ന് ആ ബ്രഷ് എടുത്തുകൊണ്ട് എന്ന് വിചാരിച്ചപ്പോൾ തന്നെ അവൾ ആ ബ്രഷിൻ്റെ പോയിൻ്റ് എല്ലാം കളഞ്ഞു. അതായത് നിലത്ത് കുത്തിയിട്ട് തൂത്ത് അതിൻ്റെ നല്ല പോയിൻറ്റഡായിട്ടുള്ള നല്ല കുറേ ബ്രഷുകൾ എനിക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടോ? നല്ല ഭംഗിയില്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത്രയും ദിവസം കിടന്ന് കഷ്ടപ്പെട്ടതിൻ്റെ നല്ല ഔട്ട്പുട്ട് കിട്ടിയതിന് നല്ല രീതിയിൽ സന്തോഷമുണ്ടായിരുന്നു. അതുപോലെ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള തുണികൾ അയൺ ചെയ്യേണ്ട രീതികളൊക്കെ ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ പറയാം, അതായത് അകത്ത് ഇതേപോലെ രണ്ട് സൈഡിൽ അടിച്ചിട്ടുള്ള ഒരു ടോപ്പോ അല്ലെ ഇതേപോലത്തെ ഒരു കുർത്തയോ എങ്ങാനുമാണെങ്കിൽ അകത്ത് ഒരു വെള്ള തുണിയോ എങ്ങാനും വെച്ചിട്ട് ഇതേപോലെ ഒരു പത്ര പേപ്പറിൻ്റെ മണ്ടയിൽ നമുക്ക് അയൺ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഒരു വെള്ള കളറിലൊരു തുണിയാണ് വെച്ചിരുന്നത്. കാരണം വെച്ചാൽ മറ്റേതെങ്കിലും കളറുള്ള തുണിയാണെങ്കിൽ അയൺ ചെയ്യുമ്പോൾ അതിലേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്കത് എൻ്റെ അനിയന് കൊടുക്കാം കേട്ടോ. കൊടുത്തിട്ട് വരാവേ. ഇതാ അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ലാഗായിട്ട് തോന്നിയാൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇതുപോലെ ഈ ഒരു പെയിൻറ്റിങ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കുഞ്ഞിനെ വെച്ച് പല ദിവസങ്ങളായിട്ട് ചെയ്തതാണ്. പെട്ടെന്ന് തീർക്കാവുന്നതേ ഉള്ളായിരുന്നു, പക്ഷേ പല ദിവസങ്ങളായിട്ട് ചെയ്തതാണ്. അവൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് അപ്പം തന്നെ അവൻ അതിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ റിവ്യൂ ഒന്ന് പറഞ്ഞേ. അടിപൊളി, സൂപ്പർ. നീ തന്ന റെഫറൻസ് പോലെ തന്നെ പക്ക, ഒരു മാറ്റമൊന്നുമില്ല. റെഫറൻസ് പോലെ തന്നെ തന്നെ. ഇച്ചിരിയൊക്കെ മാറ്റങ്ങളുണ്ട്. പിന്നെ കൈയൊക്കെ വരച്ചതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. ബൈ എനിക്ക് അതിൻ്റെ കൂലി ഇങ്ങ് തന്നാട്ടെ. പോക്കറ്റ് വെക്കാത്ത സാധനമായതുകൊണ്ട് താങ്ക് യു. അവൻ കൈ കഴുകി ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.